അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ തൊട്ട് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുഗയ്യിറുൽ ഇസ്മൽ ഖബീഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചീത്തയായ പേര് ചേഞ്ച് ആക്കിയിട്ട് വേറെ വെച്ചോണ്ടിരുന്നത്, നല്ല പേര് വെച്ചോണ്ടിരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഇസ്ലാം കൊണ്ടുവന്നപ്പോൾ അവിടെയുള്ളതായ മനുഷ്യന്മാരുടെ പേരെല്ലാം പല നിൽക്കും. പിന്നെ ചീത്ത പേരെല്ലാം ചില ബെടക്ക് പേരെല്ലാം ആ ബെടക്ക് പേരെല്ലാം ചേഞ്ച് ആക്കിയിട്ട് നല്ല പേര് വെച്ചോണ്ടിരുന്നത്. അപ്പോൾ പേരിലും പേരിലും ഇസ്ലാം പ്രത്യേകമായ ഒരു പരിഗണന കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് മനസ്സിലായത്. ചില മനുഷ്യന്മാർ കേൾക്കാറുണ്ട്, പേരിൽ എന്തുണ്ട്, പേരിലും പരിഗണന ഉണ്ട്. പേരും ഒരു മനുഷ്യരെ നല്ലത് പിറക്കും തീരുമാനിക്കുകയും ചാൻസ് ഉണ്ട്. ഒരുപാട് ആൾമാരെ പേര് സ്വഹാബത്തിൽപ്പെട്ട ചെമ്മ ആൾമാരുടെ പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചേഞ്ച് ആക്കേണ്ടിരുന്നത് നോക്കറു. പിന്നെ ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എടുത്തോട്ട്, അന്നബനത ലി ഉമർ റളിയല്ലാഹു അൻഹു കാന യുഖാലു ലഹ ആസിയ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഒരു മോളുടെ പേര് ആസിയ ഉണ്ടായിട്ടുണ്ട്. ഫസമ്മഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജമീല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പേര് ചേഞ്ച് ആക്കിയിട്ട് ജമീല ആണ്ട് വെച്ചിട്ടുണ്ട്. ആസിയ പിന്നെ ഫിർഔൻ്റെ പത്നിയായ ബഹുമാനപ്പെട്ട ആസിയ റളിയല്ലാഹു അൻഹ, അത് വേറെ, അത് ആസിയ ഹംസ കൊണ്ടായിട്ട്, പിന്നെ സീന് കൊണ്ടായിട്ട്, ഇത് ആസിയ ഐനും സ്വാദായിട്ട്. അപ്പോൾ ആസിയ ചിന്നെങ്കിൽ ദോഷ ചെയ്ത പെണ്ണിട്ടായിരിക്കും അർത്ഥം. അപ്പോൾ അതിൽ ചേഞ്ച് ആക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമീലാണ് വെച്ചത്. ജമീലാണ് ചന്തത്തെ പെണ്ണ്, നല്ല അഴകായ പെണ്ണിൻ്റെ അർത്ഥം. അപ്പോൾ പേരിലും ചില ശുഭസൂചനങ്ങൾക്കിട്. ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു അൻഹു ചില സ്വഹാബികർ മോലുണ്ട്. ആ മോളുടെ പേര് ബർറാണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെണ്ണിൻ്റെ പേര് ചേഞ്ച് ആക്കിയിട്ട് സൈനബാണ്ടാക്കിയിട്ട് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിൽ ചേഞ്ച് ആക്കിയിട്ട് സൈനബാണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചില പേരുങ്ങ നല്ല പേരായിട്ടിരിക്കും. ബർറത്ത് ചില പേരത്തൊന്ന് ബെടക്ക് പേരെന്നായിരിക്കും. അല്ലെങ്കിൽ ചില പേര് നല്ല പേരായെങ്കിലും ചിലപ്പോൾ അതിനെ യൂസ് ആക്കുമ്പോൾ ചെറിയ ഇടവട്ടുകൾ ഉണ്ടാവുള്ളൂ. ഉദാഹരണക്ക് റഹ്മത്ത്, ബർക്കത്ത് ഇങ്ങനത്തുള്ള പേരുങ്ങ നല്ല പേരുങ്ങ. പക്ഷേ അത് യൂസ് ആക്കുമ്പോൾ ചിലപ്പോൾ ഔത്തുൽ റഹ്മത്തുള്ള ആളാക്കിക്കുമ്പോൾ ഔത്തുൽ റഹ്മത്തില്ല, അല്ലെങ്കിൽ ഔത്തുൽ ബർക്കത്ത് ഉള്ള ആളാക്കിക്കുമ്പോൾ ഇല്ല, ബർക്കത്തില്ല. ഇങ്ങനത്തെ എല്ലാം പിന്നെ മനുഷ്യന്മാർ ചെല്ലുമ്പോൾ അത് പിന്നെ ലാസ്റ്റ് ബർക്കത്തില്ലാണ്ടായി പോകും, റഹ്മത്തില്ലാണ്ടായി പോകും. അപ്പോൾ അത് പേര് നല്ലതായെങ്കിലും യൂസ് ആക്കുമ്പോൾ ഉണ്ടാവുന്നതായ ഇടപെട്ട് കൊണ്ട് ചിലപ്പോൾ എന്താവുള്ളൂ, അത് നമുക്കൊരു അപശക്കുനെ പോലെ ആയിട്ട് തീരുക ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല പേര് വെക്കുക. പിന്നെ അത് പേര് ചിലത് മരിക്കത്തോളം മനുഷ്യ യൂസ് ആക്കുള്ളത് കൊണ്ട് മരിച്ചാൽ പിന്നെയും നാളെ ആഖിറത്തിൽ അവൻ്റെ വിളിക്കപ്പെട്ടത് അതേ പേരായതുകൊണ്ടും അവൻ്റെ ലൈഫ് ലോങ് അത് എന്താണ് അവൻ്റെ ഒരു ഗുരുത്തായതുകൊണ്ടും അതിനെ നല്ല നിലക്ക് വെക്കണം, നല്ല അർത്ഥമുള്ളത് വെക്കണം. ഒട്ടറാസി ഞങ്ങൾ ഒരു മാച്ചാക്കി പോയിട്ട് ചില മനുഷ്യർ മാച്ചിങ് ഭയങ്കര പരിഗണന കൊടുക്കട്ടെ. ഈ മാച്ചിങ്ങിലായിട്ട് എല്ലാം ഹലാക്കായിട്ട് ഒരു മനുഷ്യരുടെ ലൈഫേ ചിലപ്പോൾ ബെടക്കായി പോകണ്ടു. ഒരു കിടാവിടെ ലൈഫ് ബെടക്കാക്കുക ഞങ്ങൾ റെഡിയാവോ തീരപ്പോൾ. അപ്പോൾ നല്ല അർത്ഥമുള്ള ഇത്ര പേര് വെക്കുമ്പോൾ കിട്ടിയ മാച്ചിങ് പോയിട്ട് എന്തെല്ലാം പേര് വെച്ചിട്ട് അത് ഏസിക്കായിട്ട് ലാസ്റ്റ് നാളെ ആഖിറത്തിൽ അങ്ങനെ വിളിക്കുമ്പോൾ അങ്കൂർ മുജികറ അങ്ങനെ നല്ല തപ്പല്ല, എൻ്റെ ഉമ്മ ഇവിടെ തപ്പുള്ളതും. അപ്പോൾ അത് പിന്നെ റിട്ടേൺ ഞങ്ങൾക്ക് അടിക്കരുത്. ഇതെല്ലാം ഇടപെട്ടാവുള്ളൂ. അതുകൊണ്ട് നല്ല പേര് വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മക്കളെല്ലാം നല്ല സ്വഭാവം കൊടുത്തിട്ട് ആ മക്കൾ നല്ല നിലക്ക് അത് വഴിപാട്ടിട്ട് വളർത്തുകൊള്ളതായ തൗഫീഖ് അല്ലാഹു നമുക്ക് തന്നനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തും ഉപകരിക്കുന്ന മക്കളാക്കിയിട്ട് അല്ലാഹു ആക്കി തീർക്കട്ടെ. ആമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.